ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ മഹത്തായ കാവൽ രേഖയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയിട്ട് ഇന്ന് 76 കൊല്ലമാകുന്നു. ഭരണഘടനയുടെ മൂല്യങ്ങളെയും തത്വങ്ങളെയും പൗരന്മാർക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ ദിവസം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടന ആമുഖം നമ്മുടെയൊക്കെ ബൈബിളാണ്. ഭരണവർഗങ്ങളുടെ കണ്ണെത്താ ദൂരങ്ങളിൽ ജീവിക്കുന്ന അബലരായ മനുഷ്യരുടെ പിടിവള്ളിയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും പൊരുളുമാണ് നമ്മുടെ ഭരണഘടന. തുല്യനീതിയും പൗരന്റെ അവകാശങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ്. ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് നമ്മുടെ ഭരണഘടന. നവംബർ 26 ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി. ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടന വിഭാവനം ചെയ്തു. ഓരോ പൗരനും നീതിയും സമത്വവും ഉറപ്പുവരുത്തണമെന്ന് ഭരണഘടന അടിവരയിട്ടു. സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്ന വാക്കും ഭരണഘടനയുടെ ആദ്യ ആമുഖത്തിന്റെ ഭാഗമായിരുന്നില്ല. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ രണ്ട് വാക്കുകളും ഭരണഘടനയുടെ ആമുഖത്തിൽ ഇടം പിടിച്ചത്. 1950 ജാനുവരി 24 ഭരണഘടനാ അസംബ്ലിയിലെ 284 അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നാണ് ഈ രാജ്യത്തിന്റെ കരുത്തുറ്റ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണ് ഭരണഘടനാ ദിനം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.